ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തി കണ്ടത്. ചില നിസാര ശുപാർശകൾക്ക് വന്നതാണ് എന്ന് കടകംപള്ളി പറഞ്ഞു. നമസ്കാരം. പൊറുക്കാത്ത വ്യാധിക്ക് കിട്ടാത്ത മരുന്ന് എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ മാറാവ്യാധിക്ക് മരുന്ന് തേടിയുള്ള പാച്ചിലിലാണ് നമ്മുടെ പുളകംകൊള്ളി സുരേന്ദ്രൻ. ED സംഘം പിന്നാലെ വരുന്നു എന്നറിഞ്ഞതിൻ്റെ ആധിയിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ. തുറന്നു കിടക്കുന്ന ഏത് മന്ത്രിമന്ദിരം കണ്ടായാലും അതിലേക്ക് ചാടിക്കയറും, ആരെങ്കിലും രക്ഷിക്കണേ എന്ന വിലാപത്തോടെ. ED സംഘം പിന്നാലെ വരുന്നു എന്നറിഞ്ഞതിൻ്റെ ആധിയാണ് ഇപ്പോൾ സുരേന്ദ്രന്. അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ കുടുങ്ങുമെന്ന ഭയമാണ് മറ്റൊന്ന്. ഇത് രണ്ടും കൂടി ആയതോടെ മൂട്ടിൽ തീപിടിച്ച അവസ്ഥയിൽ വോട്ടടാ ഓട്ടമാണ്. ഏതോ ഒരു പെണ്ണ് കടന്നു പോകുന്നത് ജനാലയിൽ കൂടി കണ്ട ജഗദീഷ് ഒരു സിനിമയിൽ പെട്ടെന്ന് പാൻ്റ് എടുത്തിട്ടു. അപ്പോഴാണ് ജട്ടി ഇടാൻ മറന്നുപോയത്. ഇനി പാൻ്റ് ഊരി ജട്ടി ഇടാൻ കാത്തു നിന്നാൽ പെണ്ണങ്ങ് പോകും. ഇടാനെടുത്ത ഷഡ് വേണ്ടെന്ന് വെച്ച് മുറ്റത്തിരുന്ന ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഒറ്റ പാച്ചിലാണ് ആ പെണ്ണിൻ്റെ പിന്നാലെ. ബ്രേക്കില്ലാത്ത സൈക്കിളുമായി ചെന്ന് തോട്ടിൽ വീണു. ആശുപത്രിയിലെത്തിച്ച ജഗദീഷിനെ കുത്തിവെക്കാൻ നോക്കുമ്പോൾ നഴ്സ് മനസ്സിലാക്കി ജട്ടിയില്ലെന്ന്. ആ നിമിഷത്തെ ഒരു ചമ്മലുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടതായിരുന്നു. വൃത്തികെട്ടവൻ, തനിക്കൊരു ജട്ടി മേടിച്ചിട്ടുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നഴ്സ് കുത്തിവെപ്പും കഴിഞ്ഞു പോയി. ഇതേ ഒരു അനുഭവമാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഏതാണ്ട് 8 മണിക്ക് മുമ്പ് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാടുള്ള വീട്ടിൽ വന്ന് കടകംപള്ളി സുരേന്ദ്രൻ കണ്ടിട്ട് പോയത്. അദ്ദേഹം നേരെ സ്കൂട്ടറിലാണ് വന്നത്. അതിനുശേഷം അവിടെ വന്ന് ആ സ്കൂട്ടറിൽ തന്നെ തിരികെ പോവുകയും ചെയ്തു. പുള്ളി കയ്യിൽ കിട്ടിയ ഒരു ലാംബർട്ട സ്കൂട്ടറും എടുത്ത് ഒരാളെയും കയറ്റി നേരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി. അകത്ത് കയറി എന്തോ കാര്യം സാധിച്ച് പെട്ടെന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അതാ മാധ്യമങ്ങൾ പുറത്തു കൂടിയിരിക്കുന്നു. അപ്പോഴാണ് താൻ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പാവത്തിന് മനസ്സിലായത്. മാധ്യമപ്രവർത്തകർ പിന്നാലെ കൂടി. എന്തിനു വന്നതാണെന്ന് അവർ ചോദിച്ചു. ചില നിസാര ശുപാർശകൾക്ക് വന്നതാണെന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ കയറി ജഡിതിയിൽ ഓടിച്ചുപോയി. പ്രതികരണങ്ങളും ഈ പറയുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രന് രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി മറ്റു പല രഹസ്യ മുൻ മന്ത്രിയായ CPM നേതാവ് ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ യാത്ര ചെയ്തു എന്ന മട്ടിലായി പിന്നെ വാർത്ത. ഏതു തരത്തിലുള്ള നിസാരമായ ശുപാർശയ്ക്കായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയെ കാണാനെത്തിയത്? എന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ വിട്ടുകൊടുക്കരുത് എന്ന് പറയാനാകുമോ? നേതാക്കന്മാർ അണികളെ പറഞ്ഞ് മൂപ്പിച്ചാണ് സമരത്തിന് വിട്ടതെന്ന് ED കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പ്രതിയാക്കരുത് എന്ന് യാചിക്കാനായിരിക്കുമോ? അതോ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന തൂഫാൻ പദ്ധതിയിൽ വാറിയറാകാൻ പോയതായിരിക്കുമോ? സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ എന്തിനാണ് നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നത്? ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനമെന്ന നിലയ്ക്ക് ഇത് വിലയിരുത്തപ്പെടില്ലേ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ ഈ കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് രമേശ് ചെന്നിത്തല തൻ്റെ വീട്ടിൽ കയറ്റിയത്? പ്രശാന്ത് വരെ എത്തിയ അന്വേഷണം തന്നിലേക്ക് വരരുതേ എന്ന് യാചിക്കാൻ തന്നെയാണോ ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്? അതോ CPMലെ പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കളാരെങ്കിലും മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്താണാവോ ആ നിസാര ശുപാർശകൾ? റാഷിദ് പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഊഹാപോഹങ്ങൾക്കൊക്കെ തന്നെ ഈ സന്ദർശനം കാരണമാകും. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും സാധാരണ വോട്ടറുടെ ഒരു നിസാര കാര്യത്തിനായി ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ ഒരു സ്കൂട്ടറിൽ CPMന്റെ മുന്തിയ നേതാവ് വരാൻ യാതൊരു സാധ്യതയുമില്ല. ഹെൽമെറ്റും ഒരു മഴക്കോട്ടുമിട്ടാണ് സുരേന്ദ്രൻ വന്നിരുന്നതെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. രാവിലെ 8 മണിയോടെയാണ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശനത്തിനെത്തിയത്. ഒരു ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കണമെങ്കിൽ സംഗതി നിസാരമായിരിക്കില്ല. മുൻമന്ത്രിയായ കടകംപള്ളിക്ക് എന്തുകൊണ്ട് ഒരു ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് പോയി കണ്ടുകൂടാ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ മുൻമന്ത്രിക്ക് എന്തിനാണ് തലയിൽ ഹെൽമറ്റ് എന്ന് മാത്രം ചോദിച്ചേക്കരുത്. അതോ ഇനി വല്ല BJP നേതാക്കളെയും രാത്രി പോയി വെടിവെച്ച് പിടിക്കാൻ അപേക്ഷ കൊടുത്തതാണോ? UDFന്റെ ഭരണം വന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, ഏത് CPM നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കളെ പോയി കണ്ട് കാര്യം സാധിക്കാം. വിശാല മനസ്സുള്ള കോൺഗ്രസ്സുകാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി തല്ലും ചവിട്ടും അടിയും കേസുമൊക്കെ ഉണ്ടാക്കിയ പാവം പിടിച്ച കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പോയി ആഭ്യന്തരമന്ത്രിയെ കാണാനും കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഇവിടുത്തെ ആഭ്യന്തര മരവാഴയെ കാണാൻ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം താമസിക്കുന്നതിൻ്റെ 100 വാരെ അടുത്ത് പോലും ഒരു മനുഷ്യന് പ്രവേശനമില്ല. ഇവന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ പാവം പിടിച്ചവനെ സഹായിച്ച ചരിത്രമുണ്ടോ? UDF ഭരണത്തിൽ വന്ന ഇത്രയും ദിവസമായിട്ടും പല സുപ്രധാന മേഖലയിലും ഇപ്പോൾ ഭരിക്കുന്നത് CPMകാരാണ്.
ദേവസ്വത്തിൻ്റെ മുൻ പ്രസിഡന്റിനെതിരെ വരെ കേസെടുത്ത സ്ഥിതിക്ക് ഈ സന്ദർശനം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ജയിലിൻ്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിച്ചതിന് കൊടിസുനിയെ പ്രത്യേകം ബ്ലോക്കിലാക്കി എന്നൊരു വാർത്ത ഇന്ന് കേട്ടു. എൻ്റെ കുട്ടിയാണത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞു വിട്ടതാകുമോ ഈ സുരേന്ദ്രനെ? ഭീതിയോ പ്രീതിയോ ഇല്ലാതെ ഭരിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നത്. ഇത്തരം നേതാക്കന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചെന്നിത്തലയെ അങ്കിൾ എന്ന് വിളിക്കുന്നവരാണ് CPM നേതാക്കളുടെ മക്കളെല്ലാം. അവർക്കൊരാപത്ത് വരുമ്പോൾ ചെന്നിത്തലജി സഹായിക്കണം. രാഷ്ട്രീയത്തിലോ സ്വഭാവത്തിലോ യാതൊരു വിധമായ ശുദ്ധിയുമില്ലാതെ വിശ്വസിക്കാൻ കൊള്ളാതെ നടക്കുന്ന ഒരു നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയെ മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ കള്ളൻ പോറ്റിയെയും കൊണ്ട് ഇയാൾ പോകാത്ത ഇടങ്ങളില്ല. അങ്ങനെയുള്ള ഒരാളെ തൻ്റെ വസതിയിലേക്ക് വരാൻ അനുവാദം കൊടുത്ത ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഹെൽമറ്റ് വയ്ക്കാതെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വന്നതിന് ആദ്യം പെറ്റിക്കേസ് അടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സംഭവത്തിൽ കടകംപള്ളിക്കെതിരെ പെറ്റിക്കേസ് ചുമത്തിയില്ലെങ്കിൽ നാളെ മുതൽ നാട്ടിൽ പലരും ഹെൽമറ്റ് വിഷയത്തിൽ പോലീസുമായി ഉടക്കും. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വലിയ ഡീലുകളുടെ ആളാണ് ഈ രമേശൻ എന്ന കാര്യം പണ്ട് മുതലേ കേൾക്കുന്നതാണ്. തൂഫാനിലൂടെ രമേശ് ഉണ്ടാക്കിയ സൽപ്പേര് ഈ സന്ദർശനത്തിലൂടെ നഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തലസ്ഥാനത്ത് സകലവിധ അക്രമ സംഭവങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ഒരു നേതാവാണ് ഈ ശിവൻകുട്ടിയും കടകംപള്ളിയുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട ഏതോ കനത്ത ശുപാർശയ്ക്കാണ് കിട്ടിയ വണ്ടിയുമെടുത്ത് ചെന്നിത്തലയെ കാണാൻ സുരേന്ദ്രനെ പ്രേരിപ്പിച്ചത്. വീട്ടിൽ കാറുണ്ടായിട്ടും ഡ്രൈവറെ വിളിക്കാതെ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരണമെങ്കിൽ അതെന്തായിരിക്കും ആ കുഞ്ഞു ശുപാർശ? ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ആരോപണ വിധേയനായ ഒരു മനുഷ്യനാണ് കടകംപള്ളി. ഈ കാര്യം രമേശ് ചെന്നിത്തല ഓർക്കണമായിരുന്നു. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പിണറായി വിജയൻ്റെ മകളെ റെയ്ഡ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര പോലീസ് സംരക്ഷണം കൊടുക്കാതിരുന്നത് പോലും ആക്രമണത്തിന് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഇപ്പോഴും സംശയിക്കപ്പെടുന്ന സാഹചര്യമാണ്. പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെ ആദ്യത്തെ 6 മാസമുള്ള ബഹളമേ കാണൂ കോൺഗ്രസിൻ്റെ സർക്കാരുകൾക്ക്. പിന്നെ എല്ലാം ഒത്തുതീർപ്പുകളുടെയും വഴങ്ങലുകളുടെയും കഥയാണ് പറയാനുള്ളത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുടിഞ്ഞു പോകാൻ കാരണവും ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം തന്നെയായിരുന്നു.